വളരെ അവ്യക്തമായ ഒരു നടപടിക്ക് കേരളം മുതിരുന്നു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതായത് നേറ്റിവിറ്റി കാർഡ് ഇവിടെ ഏർപ്പെടുത്താൻ പോവുകയാണ്. വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സംഭവമാണ് ഈ നേറ്റിവിറ്റി കാർഡ്. ദേശീയ തലത്തിൽ, അതായത് ദേശീയത ആണല്ലോ പ്രധാനം. കമ്മ്യൂണിസ്റ്റുകാര്, ഇസ്ലാമിസ്റ്റുകൾ ഇവരൊന്നും ദേശീയവാദികളല്ല, അവർ ആഗോള സാഹോദര്യം അത് പറയുന്ന ആളുകളാണ്. ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും വേറെ ആഗോളമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് മാത്രമേ സാഹോദര്യമുള്ളൂ എന്നാണ് അവർ കരുതുന്നത്. പിന്നെ ഈ സ്വയം നിർണയാവകാശം എന്നൊക്കെ പറഞ്ഞ് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനും ലെനിനും ഒക്കെ തമ്മിൽ വലിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ബലത്തിൽ ഇത് ഈ നേറ്റിവിറ്റി കാർഡ് ഏർപ്പെടുത്തുന്നത് വിഘടനവാദത്തിന് വേണ്ടിയിട്ടാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു. അത് അങ്ങനെ ഒരു വാദത്തിന് പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇപ്പോൾ ഈ നേറ്റിവിറ്റി കാർഡ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടേണ്ടി വരും. അതുകൊണ്ടൊരു നേറ്റിവിറ്റി കാർഡ് സ്ഥിരമായിട്ടെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റൊക്കെ സ്ഥാപനങ്ങളൊക്കെ ചോദിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുക. അതിൽ ഡേറ്റൊക്കെ നോക്കും. അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തൊരു നേറ്റിവിറ്റി കാർഡിന് അപ്പോഴും പ്രസക്തി ഉണ്ടാകണമെന്നില്ല. കാരണം നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ എന്ന് നിയമത്തിൽ പറയുന്നിടത്തൊരു കാർഡ് ഹാജരാക്കിയാൽ പോരാ. കാരണം കാർഡ് വ്യാജമായിട്ട് എപ്പോഴും ഉണ്ടാക്കാം. പിന്നെ സർട്ടിഫൈ ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതാണ് എപ്പോഴും ചോദിക്കുക. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പറയുമ്പോൾ ഇതിന് പൗരത്വമായിട്ട് ബന്ധമൊന്നുമില്ല. SIRൽ 24 ലക്ഷം പേര് തട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ CAA ഭേദഗതിക്കെതിരായ പ്രതിരോധമാണ് എന്ന് ഒരു വാദമുണ്ട്. നമുക്ക് ആധാർ ഉണ്ടല്ലോ, ദേശീയ തലത്തിൽ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ട്. പിന്നെ ആധാറൊക്കെ ബയോമെട്രിക്സ് ഒക്കെ നോക്കി ഇത് വലിയ പ്രോസസ്സാണ്. ഇങ്ങനെയൊക്കെ ഒരു കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഇൻഫോസിസിൽ നിന്ന് അതിൻ്റെ സഹസ്ഥാപകനായ നന്ദൻ നിലേഖാനിയെ കേന്ദ്രം ഒരുപാട് സമ്മർദ്ദം ചെലുത്തി അങ്ങ് ഡൽഹിക്ക് കൊണ്ടുപോയായിരുന്നു ഈ കാർഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ 1999 കാർഗിൽ യുദ്ധം നടന്നല്ലോ. അത് കഴിഞ്ഞ് ഇന്നത്തെ ജയശങ്കറില്ലേ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ K. സുബ്രഹ്മണ്യം വലിയ പ്രതിരോധ വിദഗ്ധൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി വെച്ചു. അപ്പോൾ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഐഡന്റിറ്റി കാർഡ് നടപ്പാക്കണം എന്ന് ശുപാർശ ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ. അതിനെ തുടർന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും എന്നൊരു വന്നിട്ട് ആധാർ കാർഡിന് അതിൻ്റെ അതോറിറ്റി 2009 ജനുവരി 28 ആ അതോറിറ്റി രൂപീകരിക്കുന്നു. ആധാർ അതൊരു വലിയ പ്രോസസ്സായിരുന്നു, ലബോറിയസ് പ്രോസസ്സാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഈ സംസ്ഥാനത്തുള്ള വ്യവസ്ഥകളാണോ ഈ കാർഡിന് ബാധകമാകുന്നതെന്ന് നമുക്കറിയില്ല. മൊത്തം അവ്യക്തമാണ്. അതിൻ്റെ കരട് ബില്ല് തയ്യാറാക്കാനായിട്ട് റവന്യൂ വകുപ്പിനോടും നിയമവകുപ്പിനോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പൗരത്വ നിയമം പാസ്സാക്കിയിട്ടുണ്ടല്ലോ, അതിൽ ദേശീയ പൗര രജിസ്റ്റർ NRC അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്ക് വ്യവസ്ഥയുണ്ട്. ദേശീയ തിരിച്ചറിയൽ കാർഡ് വേറൊരെണ്ണം വരാൻ പോകുന്നുണ്ട് പൗരത്വത്തിൻ്റെ. കാരണം പൗരത്വത്തിൻ്റെ തെളിവല്ല ആധാർ കാർഡ് എന്ന് കോടതികളും പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലെഴുതിയിട്ടുമുണ്ടത്. അപ്പോൾ NRC വിവാദത്തിലായതുകൊണ്ടാണ് ആ കാർഡ് വരാത്തത്. അപ്പോൾ ഒരു ദേശീയ പൗരത്വ കാർഡ് വരാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെന്തിനാണ് ഈ നേറ്റിവിറ്റി കാർഡ്? അപ്പോൾ ആധാർ നമ്പർ പൗരത്വത്തിൻ്റെ തെളിവായിട്ട് അംഗീകരിച്ചിട്ടില്ല നമുക്കറിയാം. ഒരാൾ ജന്മം കൊണ്ട് കേരളീയനാണെന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇയാളുടെ മാതാപിതാക്കളും മുത്തച്ഛൻ ഒക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെയായിരുന്നു എന്ന് പറയുന്നതാണത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഉപയോഗിക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമാണ് ഓൾറെഡി. പക്ഷേ ഈ ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത ആളുകൾക്കാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം. ക്ലിയർ അല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ് മതി, നേറ്റിവിറ്റി കാർഡും വേണ്ട, നേറ്റിവിറ്റി
സർട്ടിഫിക്കറ്റും കാർഡും ഒന്നും വേണ്ട, ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് തുല്യ. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്കാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം. അപ്പോൾ കേരളത്തിൽ ജനിച്ചയാൾക്ക് മാത്രമല്ല നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലാത്തവർക്കും പല നിബന്ധനകളനുസരിച്ച് അത് കൊടുക്കാം. മാതാപിതാക്കൾ രണ്ടുപേരും കേരളത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ കൊടുക്കാം. മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിലും കൊടുക്കാം. പിന്നെ ധാരാളം തർക്കങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. തെലങ്കാനയിൽ 9 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിച്ചവരെ മാത്രമേ ലോക്കൽ, ഇതെന്താന്ന് വെച്ചാൽ ഈ മെഡിക്കൽ പ്രവേശനം, എഞ്ചിനീയറിംഗ് പ്രവേശനം ഒക്കെ ഇല്ലേ ആഗോളതലത്തിലുള്ള, ഇതിൽ കോട്ട നിശ്ചയിക്കുമ്പോൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രധാനമാണ്. കാരണം കേരളത്തിലുള്ളവർ തമിഴ്നാട്ടിലെ കോളേജിൽ അഡ്മിഷൻ നേടുന്നതൊക്കെ തടയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ തെലങ്കാനയിൽ 9 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ അവിടെ പഠിച്ചവർ മാത്രമേ ലോക്കൽ വിദ്യാർത്ഥിയായിട്ട് കാണുള്ളൂ. അത് സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ജനിച്ചയാൾ പഠിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിൽ എവിടെ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ മുമ്പിൽ വന്നു. 2018 മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു. അത്തരം സാഹചര്യങ്ങളിൽ ജനനം എവിടെ എന്നത് അടിസ്ഥാനമാക്കരുത്, പഠിച്ചത് എവിടെയാണ്, പഠിച്ചതും വളർന്നതും എവിടെ ആണ് എന്നതാണ് പരിഗണിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെ അവ്യക്തതകൾ പലതരത്തിൽ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ വാദം, നേറ്റിവിറ്റി കാർഡ് വന്നാലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സ്ഥാപനങ്ങൾ പകരം ആ കാർഡ് എടുക്കില്ല. കാരണം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പല സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഹാജരാക്കുമ്പോൾ അതിൽ തീയതി നോക്കും. 3 കൊല്ലം മുമ്പത്തെ ഒന്നും നോക്കില്ല. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നേറ്റിവിറ്റി കാർഡ് ആകുന്ന പ്രശ്നമില്ല. അത് ഒന്ന് പ്രധാനമായി. രണ്ടാമത്, വേറൊരു സംസ്ഥാനത്തും ഇല്ല. നമുക്ക് പൗരത്വ നിയമത്തിൻ്റെ ഭാഗമായ ഒരു കാർഡ് വരാൻ പോകുന്നു, NRC കാർഡ് വരാൻ പോകുന്നു. ആധാർ കാർഡ് ഓൾറെഡി ഉണ്ട്, അതെല്ലായിടത്തും രേഖയാണ്. പിന്നെ എന്തിന് ഈ നേറ്റിവിറ്റി കാർഡ്? കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഈ പല കോൺഗ്രസ് ഇന്ത്യ ഗവൺമെൻറ്റുകൾ ആലോചിക്കുന്നുണ്ടല്ലോ. ഈ മൊത്തം തെക്കേ ഇന്ത്യ വേറൊരു എൻറ്റിറ്റി ആയിട്ട് മാറി നിൽക്കണം. ഇതൊക്കെ വീണ്ടും സംശയത്തിലാക്കുന്ന അത്തരം കട്ടിംഗ് സൗത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു വിഘടനവാദത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ലേ ഈ നേറ്റിവിറ്റി കാർഡിനെ കാണാൻ പറ്റൂ. ലെഫ്റ്റ് ഐഡിയോളജിയുടെ ഒരു അടിസ്ഥാനം ഇതിനുണ്ടാവാം. സാറ് പറഞ്ഞ വളരെ ശരിയാണ്. ദാർശനികമായിട്ട് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച ഒരാളാണല്ലോ സാർ. അപ്പോൾ അത് വളരെ ശരിയാണ്. ഇവർക്ക് ഈ മൂന്ന് തട്ടുകളിൽ ഈ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയെ, മനുഷ്യൻ്റെ മണ്ണുമായി ബന്ധിപ്പിക്കുന്ന ഐഡൻറ്റിറ്റിയെ ഇവർ 3 തട്ടായിട്ട് എടുക്കും. അതെല്ലാ പ്രസംഗങ്ങളിലും ഉണ്ടാവും. ഒരു അന്തർദേശീയ, ദേശീയം, പ്രാദേശികം എന്ന് പറയും. ഇതിൽ ഒരു ദേശത്തിൻ്റെ കണക്ക് വരുമ്പോൾ ഇവർക്ക് ഈ മധ്യഭാഗം ഇല്ല. ഈ മിഡിൽ ഫാക്ടർ ഉണ്ടല്ലോ, എലമെൻ്റ്, അതില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അന്തർദേശീയം, പൗരത്വം എന്ന് പറയുന്നത് അങ്ങനെ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിരുകളില്ലാത്ത ഒരു അന്തർദേശീയത പറയും. പിന്നെ ഇവരുടെ കയ്യിലുള്ളത് ഈ കൾച്ചറൽ സബ് നാഷണാലിറ്റീസ് ഉണ്ടല്ലോ, പഴയ അധികാരി തീസീസ്. അപ്പോൾ അതനുസരിച്ച് ഈ സാംസ്കാരിക ഉപദേശീയതകളുടെ സ്വയം നിർണയാവകാശം എന്ന വാദമുണ്ട്. അതായിരിക്കണം ഇപ്പോൾ ഈ തികട്ടി വരുന്നത് ഒടുവിൽ. അതിപ്പോൾ സൗത്തിനെ മൊത്തത്തിൽ നിലനിർത്താൻ പറ്റുമോ? അതാരാ സമ്മതിക്കുക? ഈ കേരള ഉപദേശീയതയെ തമിഴന്മാർ അംഗീകരിക്കുമോ? കന്നഡക്കാർ അംഗീകരിക്കുമോ? തെലുങ്കന്മാർ അംഗീകരിക്കും? അപ്പോൾ ആ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊരു വൈരുദ്ധ്യമാണ്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഒരു കറക്റ്റ് ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സ് എന്താ വെച്ചാൽ, സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ഈ 9 കൊല്ലം കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ ആൻറ്റി ഇൻക്യുംബൻസി വന്നപ്പോൾ, വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ വന്നപ്പോൾ, പല പാർട്ടി കമ്മിറ്റികളിലും ഈ റിപ്പോർട്ടിംഗ് വേളകളിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ ഇദ്ദേഹം പ്രലോഭിപ്പിച്ച് നിർത്തിയൊരു സംഗതിയുണ്ട്. വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ അവസാനത്തെ 6 മാസത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചില ജനപ്രിയ ബോംബുകളുണ്ട്. ബോംബ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളൂ, ജനപ്രിയ പ്രോഗ്രാം. അതിലൊന്നാണ് ഇപ്പോൾ ഈ പലതും വന്നു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ഒന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ ഒരു പദ്ധതി വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അത് സാറ്? ഇതൊക്കെ വേസ്റ്റാ സേതത്തിൽ. ഈ പറഞ്ഞ ഇതുപോലെ നമ്മളെ ആഷിപ്പ് പറഞ്ഞതിൻ്റെ അകത്തുള്ളത് എനിക്കും സംശയമുണ്ട്. ചില ആളുകൾ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്? കറക്റ്റാ. അങ്ങനെ അവസാനത്തെ 6 മാസം ചിലത് ഇപ്പം എന്താന്ന്,
ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്ത് ഈ NRC ഇഷ്യൂ വരുന്നുണ്ട്, മാത്രമല്ല ഈ പലതരത്തിൽ ഉള്ള ലിഞ്ചിങ് ഇഷ്യൂസ് ഉണ്ട്, കേസുകളുണ്ട്. ഈ ദേശീയ തലത്തിൽ BJPക്കെതിരെ ഒരു ക്യാമ്പയിൻ പ്രാദേശികമായിട്ടൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് നഷ്ടപ്പെട്ട മട്ടാണ്. ഈ സമയത്ത് ഇവർക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഒരു കേരള ദേശീയവാദം എന്നാണ് ഇതിന് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പ്രായോഗികമായിട്ടൊന്നും സ്വീകാര്യമാവാൻ സാധ്യതയില്ല. ഒന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആധാർ പോലൊരു കാർഡാണ് ഈ നേറ്റിവിറ്റി കാർഡെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലത്തേക്കായിരിക്കും. അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് തുല്യമാവാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉണ്ടല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഇപ്പോൾ വളരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ജന്മവും നടക്കുന്നില്ല, ഒരു ബർത്തും നടക്കുന്നില്ല എല്ലാ ആശുപത്രികളും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ 68 or 69 അതിനു മുമ്പുള്ള രജിസ്ട്രേഷൻ, അന്നാണ് രജിസ്ട്രേഷൻ തുടങ്ങിയത് കേരളത്തിൽ. ഇത് ഞാൻ ചില കേസിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 69 മുമ്പുള്ള ആളുകൾക്കാണ് നേറ്റിവിറ്റി കാർഡ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഈ NRCയുടെ അതേ പ്രോസസ്സിലൂടെ കടന്നു പോകണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ NRC എന്ന് പറയുന്നൊരു സംവിധാനം രാജ്യത്താകെ വരാൻ പോകുമ്പോൾ അതിനെ ദ്രുതഗതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് പൂർത്തിയാക്കുക എന്നല്ലാതെ എന്തിനാണ് പിന്നെ ഈ ഒരു കേരള NRC എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതിനേക്കാളേറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സർ, നമ്മൾ ഈ സാമ്പത്തികമായി ഇത്ര ഗുരുതരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഒരു പാഴ്ചെലവ്? ഒരു ആധാർ വരാമെന്ന ചെലവിന്റെ കണക്ക് കണ്ടില്ലേ സാർ? ഭയങ്കരമായിരിക്കും ഇതിന്റെ ചെലവ്, ഭീകരമായിരിക്കും ചെലവ്. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ അവസാന കാലത്ത് കാണിക്കുന്ന മണ്ടത്തരങ്ങളുടെ പട്ടികയിൽ ആണ് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു കാരണം കൂടി, ആകെ ഇനി 2-3 മാസമേ ഉള്ളൂ. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല. വേറൊന്ന്, കയ്യിലുണ്ടായിരുന്ന 2 മേജർ പ്രോജക്റ്റുകൾ ഇപ്പോൾ കോടതി തടഞ്ഞു. ഒന്ന് ശബരിമല വിമാനത്താവളം, അതുപോലെ തന്നെ ഇതിനു കേരയിൽ. ഇത് രണ്ടും തടഞ്ഞല്ലോ. ഇനി ഈ കുട്ടിഘോഷിക്കാൻ പദ്ധതികളില്ല. അപ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇമാതിരി, അതൊക്കെ നനഞ്ഞ പടക്കങ്ങളാണ്. ഇപ്പോൾ അത് പക്ഷേ ഇതിനൊക്കെ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കോടതിയിൽ കേസാവുന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ കേന്ദ്രം ഇതിൻ്റെ അകത്ത് നിലപാടെടുക്കേണ്ടി വരും. കേന്ദ്ര അനുമതിയുടെ ഒക്കെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ കേന്ദ്രം ഇതിൻ്റെ അകത്ത് ഏതായാലും, കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ തുടങ്ങിയാൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് രാജ്യം തന്നെയാണ്, രാജ്യമാണ്. ഓരോ സ്റ്റേറ്റും കൊടുക്കാൻ തുടങ്ങിയത് എന്താ? വേറൊന്നും വേണ്ട. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഓരോ അതിർത്തി സംസ്ഥാനത്തിനും അവനവന്റെ ദേശീയ കാർഡ് കൊടുക്കാൻ തുടങ്ങിയ നേറ്റിവിറ്റി കാർഡ് ഞങ്ങളിത് അടിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ മാത്രമല്ല, ഈ നേറ്റിവിറ്റി കാർഡ് കേരളത്തിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിസ കൊടുക്കാമെന്ന് നാളെ ക്യൂബയൊക്കെ നിലപാടെടുത്താൽ എന്ത് ചെയ്യും? കൊടുക്കും. അതൊക്കെ സംഭവിക്കാം. മാത്രമല്ല, ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ വേണം എന്ന വാദവുമായിട്ട് ബംഗ്ലാദേശിനെ സമീപിച്ചവരുണ്ട് ലോകത്ത്. അപ്പോൾ ഇതൊക്കെ വലിയ ദേശവിരുദ്ധമായ ഒരു ചിന്തയാണത്. ഒരാവശ്യവും ഇല്ലാത്ത ചിന്തയാണ്. എന്ത് 100,000 പ്രശ്നങ്ങൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ പൗരന്മാർക്കില്ല സർ. അതൊക്കെ പറ്റുമെങ്കിൽ അതിൽ കുറച്ചെണ്ണം ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ ഈ അവസാന കാലത്ത് പറ്റുമോ നോക്കല്ലാതെ ആളുകളെ ഈ ഉട്ടോപ്യൻ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു തട്ടിപ്പാണിത്. ഇലക്ഷൻ സ്റ്റണ്ട് ശുദ്ധ തട്ടിപ്പാണ്, തീർച്ചയായിട്ടും നടപ്പാകാത്ത തട്ടിപ്പാണ്. തീർച്ചയായിട്ടും. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.